വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. കൊല്ലം ജില്ലയിലെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ. സോ ഇന്നത്തെ വീഡിയോ കൊല്ലം ജില്ലയിലെ മറ്റൊരു പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നൊക്കെ ചോദിച്ചാൽ അത്ര ഭയങ്കര ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമൊന്നുമല്ല, പക്ഷേ നമുക്ക് വന്നിരിക്കാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. ഒരു PSCക്കൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? സോ ആ ശുദ്ധജല തടാകത്തിലാണ് ഞാനിപ്പോൾ വള്ളത്തിൽ കയറിയിരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകത്തിലാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഏകദേശം 920 ഏക്കറോളം വിസ്തൃതി ഉണ്ടെന്നാണ് ഞാൻ വായിച്ചു മനസ്സിലാക്കിയത്. ഇത്രയും ഏരിയയിൽ നമ്മൾ സാധാരണ കായലിലൊക്കെയാണ് ഇത്രയും വെള്ളം ഇങ്ങനെ വീതിക്ക് കിടക്കുന്നത്, പക്ഷെ ഇതൊരു ലേക്ക് ആണെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ ഒരു അത്ഭുതം പോലെ തോന്നും. കാരണം വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കും, ഇതങ്ങോട്ട് ഒഴുകി പോകാത്ത ഒരു സംഭവമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ തടാകം എന്ന് വിളിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വായിച്ച് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്തുകൊണ്ടാണ് ഇത് ശുദ്ധജല തടാകമായത് എന്ന് ഞാനിങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബാക്കി ലേക്കുകളൊന്നും അങ്ങനെ വിളിക്കാത്തതെന്ന് നമുക്ക് ഓഫ് കോഴ്സ് ഒരു ഒബിയസ്ലി ഒരു ക്വസ്റ്റ്യൻ തലയിൽ വരുമല്ലോ. സോ ഞാൻ അങ്ങനെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് ഈ വെള്ളത്തിൽ നമുക്ക് ബാക്കി വെള്ളങ്ങളിലൊക്കെ അടങ്ങിയിരിക്കുന്ന വെള്ളങ്ങൾ മീൻസ് ബാക്കി കായലിലും പുഴയിലും ഒക്കെയുള്ള വെള്ളത്തിലെ മിനറൽസ് ഒന്നും നമ്മുടെ ഈ ശാസ്താംകോട്ട ലേക്കിലെ വെള്ളത്തിലില്ല. അതിന് മെയിനായിട്ട് പല റീസൺസ് പറയുന്നുണ്ട്. അതിലൊരു റീസൺ എന്ന് പറയുന്നത് ഇതിനകത്ത് പിന്നെ ബാക്ടീരിയയുടെ കണ്ടന്റും വളരെ കുറവാണ്. മീൻസ് ഇതിനകത്ത് ക്യാവാബോറസ് എന്ന് പറയുന്ന ഒരു ലാർവ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്യാവാബോറസ് എന്ന് പറയുന്ന ലാർവെ ബാക്കി ഈ വെള്ളത്തിലുള്ള ബാക്ടീരിയ എല്ലാം കഴിക്കും. സോ ഇതിനകത്ത് ബാക്ടീരിയയുടെ അംശമില്ല, പിന്നെ മിനറൽസ് സോൾട്ട് കണ്ടന്റും ഒന്നും ഈ വെള്ളത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ടാണിത് ശുദ്ധജല തടാകമായിട്ട് അറിയപ്പെടുന്നത്. വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റും കൂടി ഞാൻ മനസ്സിലാക്കിയത്, നമ്മുടെ ഗവൺമെൻറ് എന്തോ ഒരു ഓർഡർ വഴി അല്ലെങ്കിൽ എന്തോ ഒരു നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വായിച്ചു. അതിലൂടെ ഈ ശാസ്താംകോട്ട ലേക്കിൽ തുണി കഴുകുക, കുളിക്കുക, അല്ലെങ്കിൽ മാലിന്യം ഡിസ്പോസ് ചെയ്യുക, ഇതൊക്കെ ഗവൺമെൻറ് നിരോധിച്ചിട്ടുണ്ട്. കാരണം ഇത് ശുദ്ധജല തടാകമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു പ്യൂരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് കുളിക്കുന്നത്, നനയ്ക്കുന്നത്, സോപ്പ് ഉപയോഗിക്കുക, ഇതുപോലുള്ള പരിപാടികളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. പക്ഷേ എപ്പോഴും എല്ലായിടത്തും നമ്മൾ പോയി നശിപ്പിക്കുന്ന പോലെ ഇവിടെയും നമുക്ക് കുറേ പ്ലാസ്റ്റിക് കുപ്പിയും അതുപോലത്തെ വേസ്റ്റുകളും ഒക്കെ കൊണ്ട് നമ്മൾ ചാമ്പിയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പല നാച്ചുറൽ ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ പ്രകൃതിയുടെ പല ഇതുപോലത്തെ അത്ഭുതങ്ങളും പല ചൂഷണങ്ങളും നേരിടുന്ന പോലെ തന്നെ നമ്മുടെ ശാസ്താംകോട്ട ലേക്കും ഒരു ഭീഷണി നേരിടുന്നുണ്ട്. കാരണം ഇതിൻ്റെ വാട്ടർ ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വന്നത് ഇവിടെയുള്ള സർക്കാരിൻ്റെ കടത്ത് വള്ളമാണ്. ഈ വള്ളം ആ കമ്പിലേക്ക് കെട്ടി നിർത്തുന്നത് സർക്കാർ ജീവനക്കാരനാണ്. ഈ ചേട്ടനും വേറൊരാളും കൂടിയാണ് ഇവിടെ ഉള്ള യാത്രക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ശാസ്താംകോട്ട തടാകത്തിലൂടെ കടത്തി വിടുന്നത്. ഈ സേവനം തികച്ച സൗജന്യമായിട്ടാണ് സർക്കാർ കൊടുക്കുന്നത്. കാരണം ഇവിടെ മറ്റേ നമ്മുടെ എൻജിൻ വെച്ചിട്ടുള്ള ബോട്ടുകൾ ഈ തടാകത്തിലൂടെ ഓടിക്കാൻ സാധിക്കാത്തതുകൊണ്ട് തുഴയുന്ന വള്ളം മാത്രമേ പറ്റുകയുള്ളൂ. ഒരുപാട് പേര് രാവിലെ കുട്ടികളും എല്ലാവരും കോളേജിലൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആശ്രയിക്കുന്നത് ഈ കടത്തുവള്ളം തന്നെയാണ്. ആശുപത്രി പോകേണ്ട ആവശ്യങ്ങൾക്കും എല്ലാത്തിനും തന്നെ ഈ കടത്തുവള്ളം തന്നെയാണ് ആശ്രയിക്കുന്നത്. ചേട്ടൻ നമ്മളോട് പറയുന്നത് ഒരാളുണ്ടെങ്കിൽ പോലും ഈ കടത്തുവള്ളം അവരെയും കൊണ്ട് അക്കരക്കരയിലേക്ക് പോകും എന്നാണ് പറയുന്നത്. ഇടയ്ക്ക് ഉച്ചയ്ക്ക് കുറച്ച് നേരം ചേട്ടന് ചോറ് കഴിക്കാൻ വേണ്ടി മാത്രം കുറച്ച് സമയം ലഭിക്കുന്നതല്ലാതെ എപ്പോഴും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുണ്ടാവും എന്നാണ് ചേട്ടൻ നമ്മളോട് പറഞ്ഞത്. ഒരു പോസ്റ്റാണ് ഇവിടെ ആകെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. അതുകൊണ്ട് വലിയ ഫാമിലിയൊക്കെ ബസ്സിലൊക്കെ ടൂർ വരുന്നവർ ഇവിടെ വന്നു കഴിഞ്ഞാലൊക്കെ എല്ലാവർക്കും കൂടെ ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല. ആകെ ഈ ഒരു സാധനം മാത്രമേ ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുള്ളൂ. പിന്നെ ഈ ഒരു കാണുന്ന ഈ ഒരു ശാസ്താംകോട്ട ലേക്കാണ് ഈ കൊല്ലം ജില്ലയിൽ 7 ലക്ഷത്തോളം പേർക്ക് കുടിവെള്ളം നൽകുന്നത് എന്നും കൂടി ഞാൻ വായിച്ചു. നമുക്ക് ആ കടത്തുവെള്ളത്തിൽ കയറണമെന്ന് ആഗ്രഹം ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞത് സർക്കാർ സംവിധാനം ആയതുകൊണ്ട് തന്നെ സൗജന്യമായ സേവനമായതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന യാത്രക്കാരെ മാത്രമേ അതിൽ കടത്തുകയുള്ളൂ.
അപ്പോൾ ചേട്ടൻ നമ്മളെ ഇവിടെ നമുക്ക് സഫാരിക്ക് വേണ്ടിയിട്ട് ഒരു ബോട്ട് ഇവിടെ ഉണ്ട്, അതിലേക്ക് കയറ്റുവാനുള്ള ആളെ പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾക്കൊരു ബോട്ട് യാത്ര ലഭിച്ചു. നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെയാണ് അവിടെ എത്തിയത്. പിന്നെ ഈ വള്ളത്തിൻ്റെ തുഴയുന്ന ആളുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞുമോൻ ചേട്ടൻ എന്നാണ് പേര്. ചേട്ടനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ ബുക്ക് ചെയ്ത ശേഷം ഈ വള്ളത്തിൽ ഉള്ള സഫാരി ചേട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ അറേഞ്ച് ചെയ്യും. ഒരു ദിവസം ഫുള്ളുള്ള യാത്ര വരെ അവൈലബിൾ ആണെന്നാണ് ചേട്ടൻ നമ്മളോട് പറയുന്നത്. കൊറോണ ആയതുകൊണ്ട് ഇപ്പം തുടങ്ങിയിട്ട് ഇന്നലെ തുടങ്ങിയതേ ഉള്ളൂ. 5-6 ദിവസം കൊണ്ടില്ലായിരുന്നു. അതിനു മുമ്പ് നല്ലപോലെ ആൾക്കാർ വരുമായിരുന്നു. ആൾക്കാർ ശരിക്കും വരുമായിരുന്നു. എത്ര പേര് കയറ്റും ഒരു സമയത്ത്? 6 പേര്. അപ്പോൾ ചേട്ടൻ തന്നെ തുഴയോ? 6 പേരെ വെച്ച് തുഴയും. അരമണിക്കൂർ 1 മണിക്കൂർ ഫുള്ളൊക്കെ പോകും. ഒരു ദിവസമൊക്കെ പോകും. അത് ബുക്കിംഗ്. അപ്പൊ അവര് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇതിനകത്തിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യും അല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്തിട്ടൊക്കെ വന്നാൽ മതി. ബുക്കിംഗ് ഒക്കെ എങ്ങനെയാ ചേട്ടാ? അപ്പൊ അതില് ഇത് മണിക്കൂർ 400 രൂപ ബുക്കിംഗ് അല്ലേ? മണിക്കൂർ 400 രൂപയാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷെ അത് ഒരുപാട് റേറ്റ് ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ചേട്ടൻ തുഴയുന്നത് നിങ്ങൾ കണ്ടല്ലോ. ഇതിനകത്ത് 6 പേരെ വെച്ച് തുഴയുക എന്നൊക്കെ പറഞ്ഞാൽ 10 മിനിറ്റ് പോലും നമ്മളെ കൊണ്ടൊന്നും തുഴയാൻ പറ്റില്ല. ഇത്രയും വലിയൊരു വള്ളം ഇവിടെ മറ്റേ ബോട്ട് പറ്റത്തില്ല. നമ്മൾ നേരത്തെ അവിടെ ഒരു ബോട്ട് ബോട്ടല്ല വള്ളം നിങ്ങളെ കാണിച്ചായിരുന്നു. ഇത് ശുദ്ധജല തടാകം ആയതുകൊണ്ട് ഇതിനകത്ത് മറ്റേ എഞ്ചിൻ വെച്ച് പ്രവർത്തിക്കുന്നതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, വെള്ളം മലിനമാവുന്നതുകൊണ്ട്. അപ്പോൾ ഇതുപോലെ വള്ളങ്ങൾ മാത്രം മാനുവലി നമ്മൾ തുഴയുന്ന വള്ളം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു വള്ളത്തിലാണ് നമ്മളിപ്പോൾ ഈ ശാസ്താംകോട്ട ലേക്കിലൂടെ സഫാരി നടത്തുന്നത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് വന്നതല്ല കേട്ടോ. ജസ്റ്റ് ചുമ്മാ ഇവിടെ വന്നിരിക്കാന്നും പറഞ്ഞ് വന്നതാണ്. ചന്ദ്രമാണ് ചേട്ടനെ കണ്ടത്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? കുഞ്ഞുമോൻ ചേട്ടനാണ് നമ്മളെ ലേക്കിലൂടെ വള്ളത്തിൽ കൊണ്ടുപോകുന്നത്. $920 ഏക്കർ എന്നാണ് ഞാൻ വായിച്ചത്. ഉള്ളല്ലേ? മൊറണ്ണുണ്ട് അക്കരെ മെയിൻ്റെനൻസിനായിട്ട്. പടിഞ്ഞാറേക്കല്ല. നമുക്ക് വല്ല ഫോൺ നമ്പർ വല്ലതും കൊടുക്കാൻ പറ്റുമോ? ഇവിടെ വരണം എന്ന് ആഗ്രഹമുള്ളത്. ചേട്ടൻ്റെ ഫോൺ നമ്പർ കൊടുക്കാം. ചേട്ടൻ്റെ വീട് എവിടാ? ഇന്ന് മീൻ പിടിക്കാൻ അങ്ങനെ ഒന്നും പറ്റത്തില്ലല്ലേ? പിടിക്കാല്ലേ? നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് സ്ഥലത്ത് ബോട്ടിങ്ങുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ബോട്ടിൻ്റെ ആ ഒരു ശബ്ദവും പിന്നെ അതിൻ്റെ ചുറ്റുമുള്ളൊരു സ്മെല്ലും ഒക്കെ എനിക്ക് പല സ്ഥലങ്ങളിലും അസഹനീയമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ആ ഒരു കായലിൻ്റെ സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല. നല്ല ശുദ്ധജല തടാകമായതുകൊണ്ട് തന്നെ സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ആ വള്ളം തുഴഞ്ഞു പോകുന്ന വള്ളമായതുകൊണ്ട് തന്നെ നമുക്ക് അസഹനീയമായ ശബ്ദമോ അങ്ങനെ ഒന്നുമില്ല. സോ നല്ല പീസ്ഫുള്ളായിട്ട് കാമായിട്ട് കുറേ സമയം നമുക്കിങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ചുറ്റും നല്ല അടിപൊളി പ്രകൃതിയാണ്. മനസ്സിന് വളരെ സമാധാനമായിട്ട് കുറേ നേരം നമുക്കിങ്ങനെ വെള്ളത്തിലൂടെ സഞ്ചരിക്കാം. നല്ല ചെറിയ കാറ്റൊക്കെ ഏറ്റ്
ഒരു ദിവസവും ഫസ്റ്റ് ട്രിപ്പല്ലേ, മടുക്കത്തില്ല. ആ വെള്ളം തിരിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചേട്ടൻ നമുക്കിപ്പോൾ പറഞ്ഞു തന്നത്. ഒരു സൈഡിലെ തുഴ മാത്രം ഇങ്ങനെ തുഴയുമ്പോൾ ആ വെള്ളം നമുക്ക് തിരിഞ്ഞ് തിരിഞ്ഞ് വരുന്നതായിട്ട് ഫീൽ ചെയ്യല്ല, തിരിഞ്ഞ് വരും. ചേട്ടൻ്റെ ആ ഒരു ജോലിയുടെ ആയാസം നമുക്കവിടെ ഇരുന്ന് തന്നെ കാണാമായിരുന്നു. നമ്മളിവിടെ കയറാൻ വേണ്ടി വന്നേലല്ലോ, ഞങ്ങള് മീൻ മേടിക്കാൻ ഇറങ്ങിയതാ വീട്ടിൽ നിന്ന്. ഞങ്ങള് കരുനാപ്പള്ളിയിലുള്ളതാ. പുള്ളിയിലെ വീട് എന്ന് അമ്മൂമ്മയോട് പറഞ്ഞു മീൻ മേടിച്ചിട്ട് വരാന്ന്, ഉച്ചയ്ക്ക് ചോറ് വെക്കാനേ മീൻ മേടിക്കാൻ ഇറങ്ങിയത്. അപ്രതീക്ഷിതമായിട്ട് കിട്ടിയ ഈ യാത്ര ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. എങ്ങോട്ടാണെന്ന് അറിയാത്ത അടുത്ത യാത്രയിലേക്ക് ഞങ്ങൾ വീണ്ടും ഇവിടെ നിന്ന് തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഒരുപാട് യാത്രകളുടെ വീഡിയോയ്ക്കായി മലയാളി യാത്രകൾ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. വീട്ടുകാരെയൊക്കെ കൊണ്ടുവരാം. അതന്നെ, അമ്മ വരുമ്പോൾ അമ്മനെ